ശരിക്കും ചേച്ചി ഒരു മിടുക്കി തന്നെയല്ലേ? എന്താ സംശയം? മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒറ്റ മാത്രമേ പ്രശ്നമുള്ളൂ. ഭീകരപ്രവർത്തന കേസിൽ 15 കൊല്ലം ജയിലിൽ കിടന്ന ശേഷം നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എന്തു തോന്നി എന്ന ചോദ്യത്തിന് ഉരശിമ തരോയെ പോലെ എന്നായിരുന്നു ഇജാസ് അലിയുടെ ഉത്തരം. നമ്മളൊക്കെ ഇരുന്ന് വലിയ വാചകങ്ങൾ, വലിയ വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ എത്ര നിസാരരാണ് നമ്മളെന്ന് തിരിച്ചറിയണമെങ്കിൽ വേദനിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് തന്നെ പോകണം. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു സംഗതി, ഞാൻ ആ രാജ്യത്തെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഇന്ത്യക്കാരി എന്ന് കേൾക്കുമ്പോൾ ഇത്രയും സ്നേഹത്തോടെ, ഇത്രയും ബഹുമാനത്തോടെ സ്വീകരിക്കപ്പെട്ട ഒരു അനുഭവം മുമ്പ് ഒരു രാജ്യത്തും എനിക്കുണ്ടായിട്ടില്ല. നമ്മൾ അത്തരം വെല്ലുവിളികൾ മറികടന്നാണ് ഇവിടെ വന്നെത്തി നിൽക്കുന്നതെന്ന് ഓർക്കേണ്ടതുണ്ട്. നമ്മളെല്ലാം മറന്നുപോയി. മറക്കുന്നതാണ് ചിലപ്പോഴൊക്കെ എളുപ്പം. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, മലയാളത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന മികവുറ്റ എഴുത്തുകാരിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. KR മീര എന്ന പേരിനൊപ്പം ചേർത്ത് വയ്ക്കാൻ അക്ഷരങ്ങൾ കൊണ്ട് ഈ എഴുത്തുകാരി തീർത്ത പ്രതിരോധത്തിൻ്റെ, പോരാട്ടത്തിൻ്റെ ഒരു നീണ്ട ചരിത്രം തന്നെ നമുക്ക് മുന്നിലുണ്ട്. കഥകളിലൂടെയും നോവലുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും സ്ത്രീ സ്വത്വത്തിനും അവളുടെ അവകാശങ്ങൾക്കുമായി നടത്തിവരുന്ന ഇടതടവില്ലാത്ത പോരാട്ടം നമ്മുടെ നാടിൻ്റെ മാറിവരുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ഫാഷിസത്തിനും മതപരമായ അസഹിഷ്ണുതകൾക്കും എതിരെ നടത്തിവരുന്ന പോരാട്ടം, ഈ വക പോരാട്ടങ്ങളുടെ എല്ലാം ഭവിഷ്യത്ത് എന്തെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിലയുറപ്പിച്ച് വാക്കുറപ്പിച്ച് നിൽക്കുവാനുള്ള ആ ധൈര്യത്തെ അംഗീകരിക്കാതെ തരമില്ല. ഗൗരവമേറിയ വിഷയങ്ങൾ എഴുത്തിൽ സ്ത്രീകൾ കൈകാര്യം ചെയ്താൽ നന്നാവില്ല എന്ന മനോഭാവം വെച്ച് പുലർത്തുന്നവർക്കിടയിലാണ് നമ്മൾ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാലങ്ങൾക്കിപ്പുറവും കാര്യമായ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. വിക്ടോറിയൻ കാലഘട്ടത്തിലെ പേരെടുത്ത എഴുത്തുകാരിയായ ജോർജ് എലിയറ്റ്, അവരുടെ യഥാർത്ഥ നാമം മേരി ഇവാൻസ് എന്നാണ്, പെണ്ണായി ഇരുന്നു കൊണ്ട് തന്നെ പെണ്ണെഴുത്തിനെതിരെ നിശിതമായ വിമർശനങ്ങൾ അഴിച്ചുവിട്ട ഒരു വ്യക്തിയാണവർ. പ്രണയവും നൈരാശ്യവുമല്ലാതെ പെണ്ണുങ്ങൾക്ക് ഒന്നും എഴുതാനില്ല എന്ന് കുറ്റപ്പെടുത്തിയിരുന്നവർ. കാലങ്ങളായി തുടർന്ന് വരുന്ന ഇത്തരം കുറ്റപ്പെടുത്തലുകളെ അതിജീവിച്ചുകൊണ്ട് പെണ്ണിൻ്റെ പ്രണയത്തിൻ്റെ വില ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ ഇടങ്ങളിൽ അവളെ കൂടി ആഴ്ത്തി നിർത്തിക്കൊണ്ട് മീര ചേച്ചി കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നു. ആരാച്ചാറിലെ ചേതനയും ഘാതകനിലെ സത്യപ്രിയയും വായനക്കാരിൽ അവശേഷിച്ചു പോയ ഉൾക്കിടിലും കെട്ടടങ്ങും മുൻപ് തന്നെ കലാച്ചിയിലൂടെ ഫിദയെ നമ്മുടെ മനസ്സുകളിലേക്ക് ചേച്ചി കയറ്റിവിടുകയാണ്. ഒരു യക്ഷിക്കഥയുടെ ഭ്രമാത്മകമായ അന്തരീക്ഷത്തിലൂടെ ഫിദ അവളുടെ പ്രണയം അന്വേഷിച്ച് അലയുന്നു. ഫിദയോടൊപ്പം നമ്മളും സഞ്ചരിക്കുന്നു. കാറ്റിലൂടെ, മഞ്ഞിലൂടെ, കുന്നുകയറിയും മലയിറങ്ങിയും നമ്മളും അവളോടൊപ്പം സഞ്ചരിക്കുകയാണ്. ഈ നോവലിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ ഇന്ന് എഴുത്തുകാരിയിൽ നിന്ന് തന്നെ ചോദിച്ചറിയാമെന്ന് വിചാരിക്കുന്നു. ഫിദയെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ തുടങ്ങാം. ഫിദ ഡൽഹിയിൽ ജീവിക്കുന്ന മലയാളിയായ ഒരു കോളേജ് അധ്യാപികയാണ്. 2 പെൺകുട്ടികളുടെ അമ്മയാണ്. ഈ നോവലിൽ ഫിദയായി മാറിക്കൊണ്ടാണ് എഴുത്തുകാരി നോവൽ രചിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പേഴ്സണിലാണ് നോവലിൻ്റെ നറേഷൻ വന്നിരിക്കുന്നത്. ഫിദ അവളുടെ കഥ മീരയിലൂടെ പറയുമ്പോൾ മീര നോവലിസ്റ്റ് എത്രത്തോളം ഫിദയായി മാറി, അല്ലെങ്കിൽ എഴുത്തിന് ശേഷം ഫിദയുടെ എന്തെല്ലാം അവശിഷ്ടങ്ങൾ ഇപ്പോഴും എഴുത്തുകാരിയിലുണ്ട്, അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് കരുതുന്നു. ആദ്യം നന്ദി സോണിയ, മനോഹരമായ ഒരു ആമുഖത്തിന്. എഴുതുകയും അതുപോലെ തന്നെ ഒഴുക്കോടെ സംസാരിക്കുകയും ചെയ്യുന്നത് ഒരു വലിയ സിദ്ധിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കാണെങ്കിൽ പലപ്പോഴും എഴുതുമ്പോഴും എഴുതി കഴിഞ്ഞിട്ടും ഈ വാക്കുകളുടെ ഒഴുക്ക് വിരൽത്തുമ്പിൽ മാത്രമാണ്, നാവിൻ തുമ്പിൽ വരില്ല എന്നൊരു പോരായ്മ എപ്പോഴും നേരിടാറുണ്ട്. പ്രത്യേകിച്ചും സോണിയയോടൊപ്പം ഇന്നിവിടെ ഇരിക്കുമ്പോൾ മികച്ച ഒരു എഴുത്തുകാരിയാണ്, പരിഭാഷകയാണ്. എഴുത്ത് തന്നെ ഒരു തരം പരിഭാഷയാണ്. ഓരോ വാക്കും നമ്മുടെ ചിന്തയിൽ നിന്ന്, നമ്മുടെ അനുഭവത്തിൽ നിന്നുള്ള പരിഭാഷയാണ് എന്ന് ഓർത്തുകൊണ്ട് ഏറ്റവും അധികം പരിഭാഷ
പെടേണ്ടി വന്ന, അതായത് ഞാൻ സ്വയം എന്നെ തന്നെ പരിഭാഷപ്പെടുത്തേണ്ടി വന്ന മറ്റൊരു മതത്തിലേക്ക്, മറ്റൊരു ഭാഷയിലേക്ക്, മറ്റൊരുപാട് രാജ്യങ്ങളിലേക്ക്, ഒരുപാട് തരം ദേശീയതകളിലേക്ക് പരകായ പ്രവേശം ചെയ്യേണ്ടി വന്ന, അതിന് കളമൊരുക്കിയ ഒരു പുസ്തകമാണ് കലാച്ചി എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. എങ്ങനെയാണ് ഞാൻ ഫിദയായത് എന്ന് ചോദിച്ചാൽ, അത് ഇന്ത്യയിൽ നാം ജീവിക്കുന്ന രാജ്യത്ത് നമ്മുടെ സഹപൗരന്മാർ അനുഭവിക്കുന്ന പുറത്തു വരാത്ത ചില അനുഭവങ്ങളിലേക്ക് നോക്കിക്കൊണ്ടാണ്. അതത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. ഒരു ഭൂരിപക്ഷ സമുദായത്തിൽ ജനിക്കുകയും പ്രിവിലേജ് ഒരു കാറ്റും വെളിച്ചവും സ്നേഹവും വാത്സല്യവും ഒക്കെ പോലെ ഒരു ശീലമായി തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് എംപവേർഡ് എന്ന് നാം വിചാരിക്കുന്ന വിദ്യാസമ്പന്നയായ, നല്ല ജോലിയുള്ള, നല്ല സാമ്പത്തിക അടിത്തറയുള്ള ഒരു ന്യൂനപക്ഷ സമുദായാംഗമായ സ്ത്രീയായി മാറുക എന്നത് ലേശം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് എഴുതി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, എല്ലാ ഇന്ത്യക്കാരും സഹോദരീ സഹോദരന്മാരാണ് എന്ന പ്രതിജ്ഞ സ്കൂൾ ലീഡറായിട്ട് നിന്ന് പറഞ്ഞു കൊടുത്ത ഒരു കാലത്ത് എന്താണ് ഇന്ത്യയെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് എത്രയോ കാലത്തിന് ശേഷമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അതുപോലെ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ് എന്ന വാക്യത്തിൻ്റെ ആഴം, അതിൻ്റെ പല ഏടുകൾ, പല അർത്ഥതലങ്ങൾ ഓരോ പുസ്തകം എഴുതുമ്പോഴും മനസ്സിലാകുന്നു. അതിൽ കലാച്ചി എഴുതിയപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയായി അനുഭവപ്പെട്ടു എന്ന് പറയാൻ എനിക്ക് ഒരേ സമയം സന്തോഷവും സങ്കടവുമുണ്ട്. ഞാൻ ഫിദയായി തീരുകയായിരുന്നോ, ഫിദയിലേക്ക് എൻ്റെ കുറച്ച് അംശങ്ങളെ കൊടുക്കുകയായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഡോക്ടർ ഫിദ ഫസീല മുഹമ്മദ് എന്ന ഒരു നാമധാരിയായ സ്ത്രീയായി ജീവിക്കുക കഥയിലാണെങ്കിൽ പോലും അത്ര എളുപ്പമായിരുന്നില്ല. ചേച്ചി, 2019 പൗരത്വ ഭേദഗതി ബില്ല്, അതിനെ തുടർന്നുണ്ടായ പൗരത്വ പ്രക്ഷോഭം, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ച ഒരു കോളിളക്കമുണ്ടല്ലോ. അത് നോവലിൽ ഒരു പ്രധാന പ്രമേയം. ഇപ്പോൾ ഏതാണ്ട് അത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ. അത് സംബന്ധിച്ച് എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു. അതൊരു പ്രധാന മാധ്യമങ്ങളൊന്നും ആരെയും പറ്റി ചിന്തിക്കുന്നില്ലല്ലോ. അതെ, അതിനെ ഖസാക്കിസ്ഥാനിലെ കലാച്ചിയിൽ സംഭവിച്ച സ്ലീപ്പിംഗ് സിക്നസ്സുമായി ചേർത്ത് വായിക്കാൻ നോവൽ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അന്ന് ആ പ്രക്ഷോഭം സൃഷ്ടിച്ച ഒരു അരക്ഷിത അന്തരീക്ഷം, അതൊക്കെ നമ്മളിപ്പോൾ മറന്നു തുടങ്ങിയിരിക്കുകയാണ്. ഈ കലാച്ചിയിലെ ജനങ്ങൾ അമർന്നു പോയ പോലെ ഒരു നിലവിട്ട ഉറക്കത്തിലേക്ക് നമ്മൾ വീണു പോയിരിക്കുകയല്ലേ. അത്തരത്തിൽ കണ്ണടച്ച് വിസ്മരിക്കപ്പെടേണ്ട ഒന്നായിരുന്നില്ലല്ലോ അല്ലേ അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യം കൂടിയാണ് സോണിയ, എല്ലാവരോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യം കൂടിയാണ്. എന്തായിരുന്നു ആ പ്രശ്നമെന്ന് പോലും മറന്നുപോയൊരവസ്ഥയിൽ, എല്ലാം പരിഹരിക്കപ്പെട്ട ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മുടെ ചുറ്റും ഒന്നും നടക്കുന്നില്ല എന്ന് വിശ്വസിക്കാൻ എളുപ്പമായൊരു സാഹചര്യത്തെയാണ് നമ്മൾ സ്ലീപ്പി ഹോളോ എന്ന് പറയുന്നത്. ഈ സ്ലീപ്പി ഹോളോ എന്ന് പറയുന്നത് സത്യത്തിലൊരു യക്ഷിക്കഥയായിരുന്നു. ആ യക്ഷിക്കഥ ഈ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ തലയില്ലാത്തൊരു പടയാളിയുടെ, ഒരു സൈനികൻ്റെ പ്രേതം ഹോണ്ട് ചെയ്യുന്ന ഒരു കഥയാണത്. ജർമ്മനിയിലുണ്ടായതൊരു കഥയായിരുന്നു. ആ കഥയിൽ നിന്ന് വേണം നമ്മൾ ഈ സ്ലീപ്പിംഗ് ഹോളോ എന്ന് പറയുന്ന ഒരു അസുഖത്തെ, ഒരു വ്യാധിയെ, ആ പേര് വന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ. നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് സംഭവിക്കുന്നുണ്ട്. നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഭൂതകാലത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആർക്കൊക്കെയോ വേണ്ടത് മാത്രം ചികഞ്ഞെടുത്ത് പുറത്ത് തന്ന് ഇതാണ് സത്യമെന്ന് നമ്മെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘട്ടം അതിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്നും ആ ഘട്ടം കടന്ന് ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മൾ അത്തരം വെല്ലുവിളികൾ മറികടന്നാണ് ഇവിടെ വന്നെത്തി നിൽക്കുന്നതെന്നും ഓർക്കേണ്ടതുണ്ട്. നമ്മളെല്ലാം മറന്നുപോയി. മറക്കുന്നതാണ് ചിലപ്പോഴൊക്കെ എളുപ്പം.
നമ്മുടെ ഈ സെഷൻ്റെ പേര് തന്നെ യക്ഷിക്കഥകളുടെ കലാച്ചി എന്നാണ്. അപ്പോൾ നമുക്ക് യക്ഷിക്കഥകളിലേക്ക് വരാം. ഈ നോവലിലെ പ്രധാന കഥാപാത്രമായ ഇജാസ് അലിയുടെ റിസർച്ചിൻ്റെ ടോപ്പിക്ക് തന്നെ സ്ലീപ്പ് ആസ് എ പൊളിറ്റിക്കൽ മെറ്റഫർ ഇൻ ഫെയറി ടെയിൽസ് എന്നുള്ളതാണ്. ഈ നോവൽ ബിൽഡ് ചെയ്തിരിക്കുന്നത് തന്നെ യക്ഷിക്കഥകളുടെ അടിസ്ഥാനത്തിലാണ്. ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജീവിച്ച യക്ഷിക്കഥയാണ് കലാച്ചി എന്നുള്ളത്. അപ്പോൾ ഈ നോവലിൻ്റെ തുടക്കത്തിൽ തന്നെ ജാപ്പനീസ് യക്ഷിക്കഥയിലെ ഉരഷിമ തരോയെക്കുറിച്ച് പറയുന്നുണ്ട്. ഉരഷിമ തരോ 3 ദിവസം കടലിലേക്ക് പോവുകയും മീൻ പിടിച്ച് തിരിച്ചു വരുമ്പോൾ സ്വന്തം വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാം അന്യരായി പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത്തരത്തിൽ ഉറക്കം, മറവി, അന്യത്വം, അപരത്വം എന്നുള്ളതൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒട്ടനേകം യക്ഷിക്കഥകൾ ഈ നോവലിലുടനീളം ഇങ്ങനെ വിതറിയിട്ടിട്ടുണ്ട്. അപ്പോൾ പിൻകുറിപ്പിൽ റിപ്വാൻ വിങ്കിളിൻ്റെ കഥയും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം അവതരിപ്പിക്കുവാനുള്ള ഒരു സങ്കേതം യക്ഷിക്കഥയാണ്, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ നന്നാവും എന്ന് തോന്നിയ ഒരു ഘട്ടം, അല്ലെങ്കിൽ അത് ഒരു നിമിഷം. ആ നിമിഷം വളരെ ഞാനതിൻ്റെ എൻ്റെ എന്താണ് അനുഭവക്കുറിപ്പിൽ അതെടുത്തു ചേർത്തിട്ടുണ്ട്. അതായത് ഒരു ദിവസം എൻ്റെ വളരെ ജൂനിയറായൊരു പത്രപ്രവർത്തകയുണ്ട്, സന്ധ്യ KP. അപ്പോൾ ആ കുട്ടി വീട്ടിൽ വന്നു. അത് തുടക്കം മുതൽ എൻ്റെ കഥകളെയും എൻ്റെ എഴുത്തുകളെയും ഇൻ്റർവ്യൂസിനെ വരെ വളരെ ശ്രദ്ധാപൂർവം പിന്തുടരുന്ന ഒരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ട കുട്ടിയാണ്. അപ്പോൾ സന്ധ്യ എന്നോട് ചോദിച്ചു, ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്ന എൻ്റെ കഥകൾ കുറിച്ചിട്ടിരുന്ന ആദ്യത്തെ നോട്ട്ബുക്ക്, അത് തപ്പിയെടുത്തൊരു കഥയുണ്ട്. അപ്പോൾ ആ കഥ, ആ നോട്ട്ബുക്ക് ഇപ്പോഴും കയ്യിലുണ്ടോ, എനിക്കൊന്ന് കാണാൻ തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പെട്ടെന്നത് തപ്പിയെടുത്ത് കൊടുത്തു. അത് സന്ധ്യയ്ക്ക് കൊടുക്കുമ്പോഴാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് ഒരു 20-22 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ നോട്ട്ബുക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോയി കണ്ടു കിട്ടുമ്പോൾ ഇത് എലി കരണ്ടിരുന്നു ഒരു മൂലയ്ക്ക്. അതിനുശേഷം ഞാനതൊരു പ്ലാസ്റ്റിക് പോളിത്തീൻ കവറിലൊക്കെ ഇട്ട് വെച്ചു. അപ്പോൾ ഈ നോട്ട്ബുക്ക് എടുക്കുമ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന അതിൻ്റെ പടം, അതിൻ്റെ കവർ ചിത്രം ഈ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ അത് റിപ്വാൻ വിങ്കിൾ എന്ന് എഴുതിയിരുന്നു. റിപ്വാൻ വിങ്കിൾ 2 കുട്ടികളുടെ കൈ പിടിച്ച് നടക്കുന്നത് പോലെ ഒരു ചിത്രവും അതിലുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ഇത് അതിൻ്റെ പിൻപുറച്ചട്ടയിൽ സ്നോ വൈറ്റിൻ്റെ പടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ ഞാനും ഇതുപോലെയാണല്ലോ വളരെ കാലം ഉറങ്ങിക്കിടന്നതിന് ശേഷം ഉറക്കത്തിലേക്ക് ഉണർന്നതുപോലെയാണല്ലോ ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, കഥയെഴുത്തുകാരി ആയി തീർന്നത് എന്ന ഒരു തിരിച്ചറിവ് എനിക്ക് ആ നിമിഷം ഉണ്ടായി. അത് ശരിക്കും അങ്ങനെ ചിന്തിച്ച് ആ ട്രെയിൻ ഓഫ് തോട്ട്സ് ചെന്ന് എത്തി നിൽക്കുന്നത് ഈ സ്ലീപ്പ് ആസ് എ മെറ്റഫർ എന്ന് പറയുന്ന ഒരു സംഗതി, ഒരു രൂപകമായി ഒരു ഇതിനെ പല സ്ലീപ്പിംഗ് പല യക്ഷിക്കഥകളിലും ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, പല ഫോക്ക് ടെയിൽസിലും ഉപയോഗിച്ചിട്ടുണ്ടല്ലോ എന്ന ഒരു ചിന്തയായി. അതിനുശേഷം ഞാൻ ഇതെങ്ങനെയാണ് ഈ റിപ്വാൻ വിങ്കിളുടെ കഥയെ പറ്റിയുള്ളൊരു അന്വേഷണം നടത്തി. അത് അന്വേഷണം നടത്തുമ്പോൾ ഇത്തരം കഥകൾ പലതും ശ്രദ്ധയിലെത്തി. പിന്നീട് ഞാനിത് ഇതിനു വേണ്ടിയിട്ട് കുറേ അലഞ്ഞു. പല തരം ഇതിൻ്റെ സാമൂഹിക പശ്ചാത്തലം, ചരിത്ര പശ്ചാത്തലം, ഇതോരോന്നും ഭയങ്കര ഒരു വെളിപ്പെടലായിരുന്നു. സത്യത്തിൽ ഞാൻ ആ വിധത്തിൽ അങ്ങനെ രാഷ്ട്രീയത്തെയും അതത് കാലത്തെ ചരിത്രത്തെയും അതത് കാലത്തുണ്ടായ കഥകളുമായി കണക്റ്റ് ചെയ്ത് ചിന്തിച്ചിരുന്നില്ല നേരത്തെ. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, എല്ലാ കാലത്തും ഈ കഥകൾ അതത് സമൂഹങ്ങൾ അവരുടെ അതിജീവനത്തിനും അവരുടെ മറികടക്കലിനും അധികാരത്തെ വെല്ലുവിളിക്കാനും ഉപയോഗിച്ചിരുന്നതാണെന്നുള്ളത് അതിങ്ങനെ പച്ചയായ പരമാർത്ഥമായി നമ്മുടെ മുമ്പിൽ എഴുതി നിൽക്കുകയാണ്. ഓരോ കഥയിലും നമ്മൾ ഓരോ വാക്കിലും അതിലുപയോഗിക്കുന്ന ഓരോ വാക്കിലും നമ്മൾ അധികാരത്തിനെതിരെയുള്ള ഭരണകൂടത്തിനോടുള്ള സംഭാഷണങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. അതിൻ്റെ ധ്വനികൾ നിർത്താതെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അറിയുകയാണ്. അതൊരു വലിയ അത് വെച്ചിട്ടൊരു കഥ എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ എത്തിപ്പെട്ടത്. ഈ ഉറക്കക്കഥകളുടെ ഒരു പ്രത്യേകത, അപ്പം ഇത് വളരെ ശാസ്ത്രീയമായി പഠിച്ച ആളുകളുണ്ട്, അക്കാഡമിക്കലി വളരെ ആഴത്തിൽ പഠിച്ച യക്ഷിക്കഥകളെപ്പറ്റി, നാടോടി കഥകളെപ്പറ്റി ഒക്കെ വളരെ ആഴത്തിൽ പഠിച്ച ഒരുപാട് ഗവേഷകരുണ്ട്.
അപ്പോൾ അവരെല്ലാവരും തന്നെ ഒരു യക്ഷിക്കഥ വാസ്തവത്തിലൊരു കഥ മാത്രമല്ല, അത് ഒരു മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന, കുട്ടിയെ ഉറക്കാൻ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് അവരുടെ കൗതുകത്തെ കുറച്ച് നേരം പിടിച്ചു നിർത്താൻ പറയുന്നൊരു വെറും കഥ മാത്രമല്ല, ഒരു ഉണ്ടാക്കി കഥ, കെട്ടുകഥ മാത്രമല്ല, മറിച്ച് ഒരു സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, അവരുടെ ജീവിത ശൈലികളെ, ജീവിതത്തോടുള്ള അവരുടെ സമീപനത്തെ ഒക്കെ ഊട്ടിയുറപ്പിക്കാൻ, ഓരോ കുഞ്ഞു മനസ്സിൽ ഊട്ടിയുറപ്പിക്കാനുള്ള ഓരോ ആയുധങ്ങൾ കൂടിയായിരുന്നു. ഈ കാലം അത്തരം ആയുധങ്ങൾ, അവയുടെ മുറിവുകൾ, അവ ആ ഉളി പോലെ നമ്മുടെ ആഴത്തിൽ ഒത്തിയെടുത്ത ഒരുപാട് സംഗതികളാണ് നമ്മളായി മെനഞ്ഞെടുത്തതെന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ ഫെയറി ടെയിൽസിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴും ചേച്ചി, ഈ യക്ഷിക്കഥകളിലൊക്കെ വരുന്ന സ്ത്രീകൾ നായകസ്ഥാനത്ത് എപ്പോഴും പുരുഷൻ തന്നെയായിരിക്കും. സ്ത്രീകൾ എപ്പോഴും അവനേക്കാൾ ശക്തിയും ബുദ്ധിയും കുറഞ്ഞ ഒരാളായിരിക്കും. അത് കൂടാതെ തന്നെ ഇവളെ ഏതെങ്കിലും ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനോ അല്ലെങ്കിൽ വിവാഹം കഴിച്ച് സന്തോഷവതിയാക്കി ജീവിക്കാൻ കൂടെ കൂട്ടുന്നവനോ പിന്നെ ഹാപ്പി ഫോർ എവർ ആൻഡ് ലിവ്ഡ് ഹാപ്പി ഫോർ എവർ എന്നുള്ളത്. അതിനപ്പുറം വിവാഹമാണതിൻ്റെ ഏറ്റവും പാരമ്യം. അപ്പോൾ ഇപ്പോൾ ഈ കോളേജിലൊക്കെ നമ്മൾ പറയും ഒരു ഡിഗ്രി ചൂട് കൂടുമ്പോൾ ഏതാണ്ട് 270 കിലോമീറ്ററോളം ജന്തുക്കൾ മുകളിലേക്ക് പോകണം. അതായത് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഇക്കോളജിക്ക് അതിൻ്റെ അതിജീവനത്തിന് ആവശ്യമായ ഒരു ഊഷ്മാവിൻ്റെ നിലയിലേക്ക് എത്താൻ. അപ്പോൾ ഇങ്ങനെ വലിയ പർവ്വതങ്ങളിലൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മൂന്നാറിലെ സംഭവമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണൻ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ആനമുടിയിലൊക്കെ ആനകളൊക്കെ എടുത്ത് മുടിയെന്ന് ചാടേണ്ടി വരും. കാരണം അവിടെ ജീവിക്കുന്ന ഒരു പക്ഷിക്കോ അവിടെ ജീവിക്കുന്ന ഒരു ജന്തുവിനോ അതിനേക്കാൾ 2.5 ഡിഗ്രി കൂടിക്കഴിഞ്ഞു ഊഷ്മാവ് മൊത്തം ആ പ്രദേശത്തെ എന്ന് പറഞ്ഞതുപോലെ ഇതിങ്ങനെ ഒരു തരം എന്താണ് പ്രത്യേക സമശീതോഷ്ണാവസ്ഥ സൃഷ്ടിച്ച് അവിടെ നിർത്തിയിരിക്കുകയാണ്. അതിനപ്പുറം എത്തിക്കഴിഞ്ഞാൽ, ഈ വിവാഹത്തിനപ്പുറത്തുള്ളൊരു സംഗതി കഴിഞ്ഞാൽ ഈ ആനമുടിയിൽ നിന്ന് എടുത്ത് ചാടുന്ന പോലത്തെ ഒരവസ്ഥയാണ്. പക്ഷെ ചേച്ചി പറയുന്നുണ്ട് സെൻട്രൽ ഏഷ്യയിലെ യക്ഷകഥകൾ വ്യത്യസ്തമാണ്, വിശേഷിച്ചും കസാക്കിസ്ഥാനിലെ. എങ്ങനെയാണ് അവിടുത്തെ കഥകൾ വ്യത്യസ്തമാകുന്നത്? എനിക്ക് തോന്നുന്നു ആ പ്രകൃതിയാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത്. പ്രത്യേകിച്ചും അവരുടെ ചരിത്രവും അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതിലൊരു പ്രധാന സംഗതി ഈ നൊമാഡ്സിൻ്റെ ഒരു ചരിത്രം, എസ്പെഷ്യലി സെൻട്രൽ ഏഷ്യയിലെ കസഖ്സ്ഥാനിലെ നമ്മൾ പഠിക്കുമ്പോൾ അവരൊരിക്കലും ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയെടുക്കാൻ ആഗ്രഹിച്ചവരല്ല. അവർ ഭൂമിയെ കണ്ടത് ഒരു റിസോഴ്സായിട്ട് മാത്രമാണ്. അതായത് അതിൻ്റെ ഓണർഷിപ്പ് എടുക്കുകയല്ല അവർ ചെയ്തത്. അതിലൊരു കസക്ക് ഒരു നാഷണൽ എന്നോട് പറഞ്ഞു, ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു തന്നെ, ഞങ്ങൾ നൊമാഡ്സ് ആയിരുന്നു ആൻഡ് വി ആർ പ്രൗഡ് ഓഫ് ദാറ്റ്. ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞങ്ങൾ കാറ്റുള്ളപ്പോൾ അതില്ലാത്തടത്തേക്ക് പോവും, മഴയുള്ളപ്പോൾ അതില്ലാത്തടത്തേക്ക് പോകും, വരൾച്ചയുള്ളപ്പോൾ മഴയുള്ളിടത്തേക്ക് വരും. അതല്ലാതെ ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് തന്നെ കാറ്റും മഴയും ഒക്കെ വേണം, അവിടെ പരമാവധി കുഴിച്ചെടുക്കണം, അതല്ല. ഞങ്ങൾ കോഴികളെപ്പോലെ കൊത്തിപ്പെറുക്കി നടക്കാനല്ല ആഗ്രഹിച്ചത്, മറിച്ച് കുതിരകളെപ്പോലെ മേഞ്ഞ് നടക്കാനാണ്. ഇതാണ് അതിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ ഒരു കാഴ്ചപ്പാട് നമുക്കൊരു പക്ഷേ ഇന്ന് വളരെ അപരിചിതമായി തോന്നുമെങ്കിലും അങ്ങനെ തന്നെ വന്നവരാണ് നമ്മളും. അങ്ങനെ തന്നെ യാത്ര ചെയ്ത് യക്ഷിക്കഥകളിലൂടെ ഒരു ചരിത്രം സൃഷ്ടിച്ചതാണ്, അല്ലെങ്കിൽ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണ് മാനവ സംസ്കൃതി തന്നെ. അപ്പോൾ അതിൽ സ്ത്രീക്കും പുരുഷനും ഒരു ഈക്വൽ സ്റ്റേറ്റസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവിടെ കുതിരസവാരി ചെയ്യുന്ന സ്ത്രീകളും പരുന്തിനെ ഉപയോഗിച്ച് നായാടുന്ന സ്ത്രീകളും മാന്ത്രിക സിദ്ധിയുള്ള കുതിരകളെ കൊണ്ടു നടക്കുന്ന സ്ത്രീകളും ഒക്കെ ആ കഥകളിൽ ധാരാളമായി ഉണ്ടാവും. കസഖ്സ്ഥാനിലെ യക്ഷിക്കഥകളുടെ പ്രത്യേകത തന്നെ അതിലെ സ്ത്രീകൾ വിവാഹത്തോടെ 2 തരം യക്ഷിക്കഥകളാണ് അവിടെ ഉള്ളത്. യൂറോപ്പിൻ്റെ ഒരു സ്വാധീനമുണ്ടായ യക്ഷിക്കഥകളിൽ സ്ത്രീകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വിവാഹത്തോടെ അവരുടെ മന്ത്രസിദ്ധി നഷ്ടപ്പെടും. പക്ഷേ മറ്റൊരു തരം കഥകളിലാകട്ടെ വിവാഹത്തോടെ മന്ത്രസിദ്ധി നഷ്ടപ്പെടുന്നവരല്ല അതിലെ സ്ത്രീകൾ. അവർ
തുടർന്നും മാന്ത്രിക സിദ്ധിയുള്ളവരായിട്ട് തന്നെ നിലനിൽക്കുന്നവരാണ്. പക്ഷേ വളരെ കുറച്ച് കഥകളേ ഉള്ളൂ. അതുകൊണ്ട് 1-2 കഥകളെ എണ്ണിയെടുക്കാനുള്ള കഥകളേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ യക്ഷിക്കഥകളിൽ യക്ഷിക്കഥകളിലെ സ്ത്രീകളുടെ ഒരു എന്താണ് ക്യാരക്ടറൈസേഷൻ നോക്കുമ്പോൾ ഇവരെല്ലാം കൗമാരം കടക്കാത്ത പെൺകുട്ടികളായിരിക്കും. മുതിർന്ന സ്ത്രീകളെ യക്ഷിക്കഥകളിലോ അല്ലെങ്കിൽ ഏത് കഥകളിലോ ആവശ്യമേ ഇല്ല. നമ്മുടെ മലയാള സിനിമയുടെ കാര്യം പറഞ്ഞതുപോലെയാണ്. എല്ലാവരും പണ്ടൊക്കെ പറയുമായിരുന്നു, ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. പക്ഷേ ഒരു 10-15 വർഷം മുമ്പ് പറയും 15 മുതൽ 25 വരെയാണ് മലയാള സിനിമയിലെ നായികയുടെ ജീവിതകാലം. 25 കഴിഞ്ഞാൽ ഔട്ടായി. അപ്പോൾ ഈ ഒരു കാലത്ത് മാത്രം മോൾഡ് മെനഞ്ഞെടുക്കപ്പെടാവുന്ന ഒരു വ്യക്തിത്വമാണ് വാസ്തവത്തിൽ അവർക്ക്. ഇത് വളരെ കൃത്യമായി കണ്ടീഷൻ ചെയ്ത് സ്ത്രീയുടെ അവകാശങ്ങളെ, സ്ത്രീയുടെ യാത്രയെ, സ്ത്രീയുടെ രാഷ്ട്രീയത്തെ ഒക്കെ പരിമിതപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. വീണ്ടും നമ്മൾ ഫിദയിലേക്ക് വരുമ്പോൾ, ഫിദ ഒരു സെക്യുലറായ കഥാപാത്രമാണ്. ഖസാക്കിസ്ഥാനിലേക്ക് പോകാൻ നേരം ട്രാവൽ ഏജൻറ്റായ ഗോകുൽ പറയുന്നുണ്ട്, മാഡം പേടിക്കണ്ട, അവിടെ നിങ്ങളുടെ ആൾക്കാരാണ് എന്ന്. അപ്പോൾ ഉടനെ ഇവൾ പറയുന്നുണ്ട്, എൻ്റെ ആളുകൾ എൻ്റെ രാജ്യക്കാരാണ് എന്ന്. വീണ്ടും ഗോകുൽ പറയുന്നു, അതല്ല മാഡം, അവിടെ ഇസ്ലാമാണല്ലോ മതം, നിങ്ങളുടെ ആൾക്കാരല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ വീണ്ടും ആ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്, ആദിയിൽ മനുഷ്യരാശി ഒരൊറ്റ സമുദായമായിരുന്നു എന്നുള്ളത്. അപ്പോൾ വേറൊരു രംഗവും വരുന്നുണ്ട്. അതെ, വേറൊരു രംഗത്തും അവൾ മക്കളുമായി മോളിലേക്ക് ഔട്ടിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ ഫിദ ധരിച്ചിരിക്കുന്നത് ഒരു ജാക്കറ്റും ഒരു പാൻറ്റുമാണ്. അതേസമയം ഈ പെൺമക്കൾ ധരിച്ചിരിക്കുന്നത് അബായയാണ്. ഇവർ പുറത്തിറങ്ങി ഒരുമിച്ച് നടക്കുമ്പോൾ ആ ആളുകളുടെ തുറിച്ചുനോട്ടവും അവരുടെ ഒരു കുറ്റപ്പെടുത്തലും ഒക്കെ കേൾക്കുമ്പോൾ ഇളയവളായ എലീസ പറയുന്നുണ്ട്, ഉമ്മി ഇനി പർദ്ദ ധരിക്കാതെ ഞങ്ങളോടൊപ്പം വരണ്ട എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ മതനിരപേക്ഷ നിലപാട് പുലർത്തുന്ന ഒരു വ്യക്തി, കാരണം ഇത് സ്ത്രീകളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. കാരണം ഇപ്പോൾ കൂടുതലും മതചിഹ്നങ്ങൾ അണിഞ്ഞു നടക്കാൻ എല്ലാ മതസ്ഥരും മത്സരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതും ഈ ചിഹ്നങ്ങൾ ഏറ്റവും കൂടുതൽ അണിയേണ്ടത് സ്ത്രീ ശരീരങ്ങളിലുമാണ്. അപ്പോൾ ഇങ്ങനെ ഫിദയെ പോലെ ഒരു സെക്യുലറായ മതനിരപേക്ഷ നിലപാട് പുലർത്തുന്ന ഒരു വ്യക്തി, എന്താണ് അവളുടെ പൊസിഷൻ? വാട്ട് ഈസ് ഹർ സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി? ദാറ്റ് ഈസ് എക്സാക്ട്ലി ദ ക്വസ്റ്റ്യൻ ഐ ആം ആസ്കിങ് യു ആൻഡ് ആസ്കിങ് ദ വേൾഡ്. കാരണം എവിടെയാണ് ഒരു ലിബറൽ മുസ്ലിം സ്ത്രീയുടെ ഇടം? ഒരു ലിബറൽ സ്ത്രീയുടെ ഇടം തന്നെ വളരെ വളരെ വേഗമാണ്, വളരെ എന്താണ്, നമുക്ക് ഇതുവരെ വേർതിരിച്ചറിയാൻ പാടില്ലാത്തതാണ്. അവർക്കിടയിൽ ഒരു ലിബറൽ മുസ്ലിം സ്ത്രീയുടെ ഇടം ഇന്നത്തെ ഇന്ത്യയിൽ എവിടെയാണ്? ഇന്നത്തെ കേരളത്തിൽ എവിടെയാണ്? അവളുടെ കുടുംബത്തിനകത്ത് എവിടെയാണ്? എനിക്കതറിയാൻ ആഗ്രഹമുണ്ട്. മതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും റിലീജിയസ് അല്ലാത്ത, റിലിജ്യൻ പ്രാക്ടീസ് ചെയ്യാത്ത ഒരാൾക്ക് നിനക്കെന്ത് കാര്യം ഇതിൽ അഭിപ്രായപ്പെടാൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതും അപരവൽക്കരണം തന്നെയല്ലേ ചേച്ചി? അതെ, അതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പക്ഷേ എനിക്ക് ഖസക്സ്ഥാനിൽ പോയപ്പോൾ 2 കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. ഒന്ന്, ഞാനവിടെ ഒരാളോട് നിങ്ങളുടെ മതം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ആൾ പറഞ്ഞത്, ഇൻ ദിസ് കൺട്രി വി ആർ ഓൾ ബോൺ മുസ്ലിംസ് ബട്ട് ദിസ് ഇസ് എ സെക്യുലർ കൺട്രി. ഈ രാജ്യത്ത് ഞങ്ങളെല്ലാവരും മുസ്ലിംസായിട്ടാണ് ജനിച്ച് വീഴുന്നത്, പക്ഷേ ഞങ്ങളിതൊരു സെക്യുലർ കൺട്രിയാണ്. ഞങ്ങൾക്ക് മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ അനുവാദമില്ല, മുഖം മറയ്ക്കാൻ അനുവാദമില്ല. 2, ഞാനൊരാളിനോട് ചോദിച്ചു, നിങ്ങൾ ഷിയയാണോ സുന്നിയാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം എന്നെ തുറിച്ചു നോക്കി, എന്നിട്ട് പറഞ്ഞു, ഞാൻ അതേക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇത് രണ്ടും എൻ്റെ ഇതിൽ ഭയങ്കരമായിട്ട് ഇത് ചെയ്ത ഒരു കാര്യമാണ്. ഇതേ അനുഭവം വേറൊരു സുഹൃത്തിനുണ്ടായി. അദ്ദേഹം ഇതുപോലെ ഷിയയാണോ സുന്നിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു മറുപടിയാണ് കിട്ടിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, മതത്തിന് പുറത്ത് നിൽക്കുന്ന, ആ മതം പ്രാക്ടീസ് ചെയ്യാത്ത ഒരാൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ നമുക്കൊരൊറ്റ ഏകകമായിട്ടാണ് നമ്മൾ കാണുന്നത്. എല്ലാ മുസ്ലിംസിനെയും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ പഞ്ചായത്തുകളിലെയും മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നാണ്. പക്ഷേ അതങ്ങനെ അല്ല. അവരുടെ നിലനിൽപ്പ് എന്നുള്ളത്
ആ സമുദായത്തിനകത്തേക്ക് കടക്കുമ്പോൾ, സമുദായത്തെപ്പറ്റി പഠിക്കുമ്പോൾ, മതത്തെപ്പറ്റി പഠിക്കുമ്പോൾ, ഓരോ സംസ്ഥാനത്തെയും ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ ഇത് വളരെ പ്രാദേശികമായി എങ്ങനെയാണോ ഹിന്ദുമതത്തിൽ ജാതികളും ഉപജാതികളും ഉപജാതികൾക്ക് ഉപജാതികളും ഉണ്ടാകുന്നത്, അതേ തരത്തിൽ ഭിന്നിച്ച് നിൽക്കുന്ന പലതരം ശ്രേണികളായി, ഫ്രാഗ്മെൻസായി ഈ മതവിശ്വാസത്തെ, ഈ മതം അനുവർത്തിക്കുന്നവരെ നമുക്ക് കാണാമെന്നുള്ളതാണ് എൻ്റെ ഒരു പഠനത്തിൽ തെളിഞ്ഞത്. ഇതൊന്നും ഞാൻ മതത്തിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്തതല്ല. എനിക്കാകെ ഈ സ്ത്രീയുടെ സ്വത്വത്തിലും സ്ത്രീയുടെ ജീവിതത്തിലും സ്ത്രീ നയിക്കുന്ന സ്ത്രീയുടെ അധികാരം എന്ന ഒരു അന്വേഷണത്തിലും ഉള്ളതാണ്. എന്തുകൊണ്ട് സ്ത്രീ എന്ന് ചോദിച്ചാൽ അത് പുരുഷനോടുള്ള വിരോധം കൊണ്ടേ അല്ല. എനിക്ക് അങ്ങനെയും വിചാരിക്കണം. കാരണം ഫെമിനിസം എന്ന് വെച്ചാൽ ഇപ്പോഴും ആളുകളുടെ വിചാരം, പ്രത്യേകിച്ചും ഒരു സാധാരണ മലയാളിയുടെ വിചാരം, അത് പുരുഷനോടുള്ള വിദ്വേഷമാണെന്നാണ്. പുരുഷനോടുള്ള വിദ്വേഷം പോലും വിദ്വേഷകരമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസ പ്രമാണമാണ്, അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത്, ഒരു അവസ്ഥയാണ് ശരിക്കും നമ്മളൊരു ഫെമിനിസ്റ്റ് ആകുമ്പോൾ ഉണ്ടാവേണ്ടത്. ഏത് തരം വിദ്വേഷത്തെയും, ഏത് തരം ശ്രേണീകരണത്തെയും, ഉച്ചനീചങ്ങൾ അല്ലെങ്കിൽ വലുത് ചെറുത് എന്ന വേർതിരിവുകളെയൊക്കെ മറികടക്കുന്ന അത് പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥ, ഒരു ഇസമാണ് ഫെമിനിസം. അല്ലാതെ പുരുഷനെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നതാണെന്ന് ഉള്ള തെറ്റിദ്ധാരണ മാറ്റണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ പല വിഭാഗം മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഈ നോവലിലെ പ്രധാന കഥാപാത്രം ഫിദ മലയാളിയാണ്, ഇജാസ് അലി ആസാം സ്വദേശിയാണ്, നിസാം ലക്നൌയാണ്. 3 പേരും 3 വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്ന്, 3 പ്രദേശങ്ങളിൽ നിന്നും വരുന്നവർ. എല്ലാവരും മുസ്ലിംസാണ്. അപ്പോൾ ഈ 3 പേരും മുസ്ലിംസാണ്. 3 പേരും അല്ലാഹുൽ വിശ്വസിക്കുന്നവരാണ്. 3 പേരും ഖുർആൻ അല്ലാതെ മറ്റൊരു വേദപുസ്തകം ഇല്ലാത്തവരാണ്. എന്നിട്ടും അവരുടെ ജീവിതങ്ങളും അവരുടെ വിശ്വാസങ്ങളും അവരുടെ അനുഭവങ്ങളും തീർത്തും വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണത്? അതെന്തുകൊണ്ടാണ്? അതുകൂടി ഉൾച്ചേരാതെ എങ്ങനെയാണ് നമ്മുടെ ദേശീയത എന്ന് പറയുന്ന സങ്കല്പം പൂർണ്ണമാകുന്നത്? ദേശീയതയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് സ്വന്തം നാട്, മാതൃഭൂമി എന്നൊക്കെ ഉള്ള കോൺസെപ്റ്റ്സ് പലയിടങ്ങളിൽ നോവലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഫിദ തന്നെ പറയുന്നുണ്ട്, എന്താണ് എൻ്റെ നാട്? ഉമ്മച്ചിയുടെ മലപ്പുറമാണോ, വാപ്പച്ചിയുടെ കണ്ണൂരാണോ, അതോ ഞാൻ ജനിച്ച തിരുവനന്തപുരമാണോ, 14-ാം വയസ്സ് മുതൽ ഞാൻ ജീവിക്കുന്ന ഡൽഹിയാണോ എന്നൊക്കെ സംശയിക്കുന്നുണ്ട്. ഇപ്പോൾ എന്നെപ്പോലെയുള്ളവർക്കൊക്കെ, ഞാനൊക്കെ നേരിടുന്ന ഒരു പ്രധാന സംശയം അതാണ്. കാര്യം ജനിച്ചത് ഒരിടത്ത്, പഠിച്ചത് മറ്റൊരിടത്ത്, ജോലി ചെയ്ത വേറൊരിടത്ത്, ഇപ്പോൾ ജീവിക്കുന്നത് വിദേശത്ത്. അപ്പോൾ അതൊരു കുഴയ്ക്കുന്ന ഒരു സമസ്യ തന്നെയാണ്. ഏതാണ് ചേച്ചി, എവിടെയാണ് നമ്മുടെ നാട്? നമുക്കൊരു നാടേ ഉള്ളൂ എല്ലാ മനുഷ്യർക്കും, ആൻഡ് ദാറ്റ് ഈസ് പ്ലാനറ്റ് എർത്ത്. അതാണ് പരമമായ സത്യം. ഈ പ്ലാനറ്റ് എന്നല്ലാതെ അതിനകത്തെ എല്ലാത്തരം വേർതിരിവുകളെയും അതിർവരമ്പുകളെയും വളരെ അസംബന്ധമായി, അർത്ഥശൂന്യമായി കാണാനുള്ള ഒരു പക്വതയും ഒരു പരിഷ്കൃതത്വവും ഈ കാലത്തും മനുഷ്യർക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയത്. നമുക്കാകെ ഒരു നാടേ ഉള്ളൂ. നമ്മളെവിടെ പോയാലും ഈ ഭൂമിയുടെ അംശങ്ങളായിട്ട് തന്നെയാണ് പോകുന്നത്. ഓരോ മണൽത്തരിയുടെ ഇത് മാത്രമേ ഉള്ളൂ. നമ്മളിതുണ്ട്, ഇത് നമ്മളാണ് എന്നുള്ള ഒരു സംഗതി മാത്രമേ അതിനകത്ത് ചിന്തിക്കേണ്ടതുള്ളൂ. കഷ്ടകാലത്തിന് ദിവസം കഴിയും തോറും അതിലേക്ക് എത്തിപ്പെടാതെ നമ്മൾ കൂടുതൽ ചെതറിപ്പോകുന്നു എന്നുള്ളതാണ് അലട്ടുന്ന, നമ്മൾ ഉത്കണ്ഠാകുലരാകേണ്ട ഒരു കാര്യം. ഈ കസാഖിസ്ഥാനിലേക്കുള്ള യാത്രക്കിടെയും അതുമായി ബന്ധപ്പെട്ട ഒരു സംഗതി സംഭവിക്കുന്നുണ്ട്. അതായത് മെഹറിൻ്റെയും ഫിദയുടെയും ഡ്രൈവറായ, അയാളുടെ യഥാർത്ഥ പേര് ആസാദ് എന്നാണ്, അയാൾ പാലസ്തീനിയാണ്. പക്ഷേ അയാൾ കരീം ഉമറോവ് എന്ന് കള്ളപ്പേര് പറയുകയാണ്, കസാഖിസ്ഥാൻ പൗരനാണെന്ന് കള്ളം പറയുന്നു. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ആൾമാറാട്ടം നടത്തിയതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, പാലസ്തീനി എന്ന് പറയാൻ അയാൾക്ക് മടിയാണ്. കാരണം പലപ്പോഴും കുറ്റപ്പെടുത്തലുണ്ടാവും, ചിലപ്പോൾ സഹതാപമായിരിക്കും, രണ്ടായാലും സഹിക്കവയ്യ.
അപ്പോൾ ഈ കേരളത്തിലൊക്കെ ജീവിക്കുന്ന നമ്മളെപ്പോലെയുള്ളവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. സ്വന്തം പൗരത്വം, സ്വന്തം ഐഡൻറ്റിറ്റിയൊക്കെ ഒരു കറ പോലെ, ആ ലേബലൊക്കെ ഒരു കറ പോലെ അപമാനത്തോടു കൂടി പേറി നടക്കുന്ന മനുഷ്യർ, നമ്മൾ അവരെ എങ്ങനെയാണ് ചേച്ചി അഡ്രസ്സ് ചെയ്യുക? എങ്ങനെയാണ് നമുക്കവരെ മനസ്സിലാക്കാൻ സാധിക്കുമോ? അത് ലോകം കാണും തോറും നമുക്ക് മനസ്സിലാവും. നമുക്ക് എത്ര കുറച്ചേ മനുഷ്യരെ പറ്റി അറിയൂ, ജീവിതാവസ്ഥകളെ പറ്റി അറിയൂ, ജീവിതത്തെ പറ്റി അറിയൂ. നമ്മളൊക്കെ ഇരുന്ന് വലിയ വാചകങ്ങൾ, വലിയ വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ എത്ര നിസാരരാണ് നമ്മളെന്ന് തിരിച്ചറിയണമെങ്കിൽ വേദനിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് തന്നെ പോകണം. ഇതേ സങ്കടവുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ, നമ്മുടെ ഈ ഇന്ത്യയിലും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയേണ്ട ഒരു പാഠം. ഇനി എഴുത്തുകാരിക്ക് തന്നെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഭാഗം നോവലിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചാൽ നന്നാവും. എനിക്ക് ആദ്യ അധ്യായത്തിലെ തുടക്കം തന്നെ വായിക്കാനാണ് ഇഷ്ടം. കാരണം അതിഷ്ടപ്പെട്ടാൽ നിങ്ങളിൽ ആരെങ്കിലും അത് വായിക്കുന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാവും. ഭീകരപ്രവർത്തന കേസിൽ 15 കൊല്ലം ജയിലിൽ കിടന്ന ശേഷം നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എന്തു തോന്നി എന്ന ചോദ്യത്തിന് ഉരശിമ തരോയെ പോലെ എന്നായിരുന്നു ഇജാസ് അലിയുടെ ഉത്തരം. ഉരശിമ തരോയെക്കുറിച്ച് അതിനു മുമ്പ് ഞാൻ കേട്ടിരുന്നില്ല. ജാപ്പനീസ് യക്ഷിക്കഥ പ്രകാരം 3 ദിവസത്തേക്ക് കടലിൽ പോയ മീൻപിടുത്തക്കാരനായിരുന്നു ഉരശിമ തരോ. മടങ്ങിയെത്തിയപ്പോൾ അയാൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം നാടും നാട്ടുകാരും മാറിപ്പോയി. സ്വന്തം നാട്ടിൽ അന്യനും അപരിചിതനുമായി തീർന്ന അയാൾ ഉരശിമ തരോയെ അറിയുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് നിലവിളിച്ച് കടൽ തീരത്ത് അലഞ്ഞു. കസക്കിസ്ഥാൻ യാത്ര തീരുമാനിച്ചതോടെ ആ കഥ എന്നെ അലട്ടി. അത്തരമൊരവസ്ഥ എൻ്റെ ജീവിതത്തിലും ഉണ്ടാകുമെന്ന് ഞാൻ ഭയന്നു. ഡൽഹിയിലെ മൂടൽമഞ്ഞിനൊപ്പം അകാരണമായൊരു ആസന്ന ദുർവിധിയും ചൂഴ്ന്നു നിൽക്കുന്നത് ഞാൻ അനുഭവിച്ചു. മറ്റ് പല രാജ്യങ്ങളിലും മഹാമാരി വ്യാപിച്ചിരുന്നെങ്കിലും ഇന്ത്യയിലും ഖസക്സ്ഥാനിലും സ്ഥിതി ശാന്തമായിരുന്നു. എന്നിട്ടും ട്രാവൽ ഏജൻറ്റ് ഗോകുൽനാഥ് എന്നെ കഴിയുന്നത്ര നിരുത്സാഹപ്പെടുത്തി. ഡോക്ടർ ഫിദ, ഈ സമയത്ത് പോകണോ? പുറത്തെ സിറ്റുവേഷൻ മോശമാണ്, പറഞ്ഞില്ലെന്ന് വേണ്ട. എവിടെയാണ് സിറ്റുവേഷൻ മോശമല്ലാത്തത് ഗോകുൽ? ഇത് കൂടുതൽ സീരിയസ് ആണ്. ഫ്ലൈറ്റ് സർവീസ് നിർത്തുമെന്ന് കേൾക്കുന്നു. എപ്പോഴെങ്കിലും അവർക്കത് വീണ്ടും തുടങ്ങാതെ പറ്റില്ലല്ലോ. നോക്കൂ, ഇത് ശീതകാലമാണ്. ദില്ലിയിലെ ശീതം പോലെയല്ല അവിടെ. ഹിമച്ചുഴലിയുണ്ടാകും. അതും മനുഷ്യർ ജീവിക്കുന്ന സ്ഥലമല്ലേ ഗോകുൽ? പക്ഷെ അവിടെ ജനിച്ചു വളർന്നവരെ പോലെയാണോ ഇവിടുന്ന് പോകുന്നവർ? ആ വഴി വന്നവരല്ലേ ഇവിടെയുള്ളത് ഗോകുൽ. അതൊന്നും എനിക്കറിയില്ല. 30 ദിവസത്തേക്കാണ് വീസ. അതിനുള്ളിൽ തിരിച്ചു വരണം. വന്നില്ലെങ്കിൽ? ഞാൻ ആത്മാർത്ഥമായാണ് ചോദിച്ചത്. പക്ഷേ അയാൾ ഫലിതം കേട്ടതുപോലെ ചിരിച്ചു. അവർ പിടിച്ച് അകത്തിടും, അത്ര തന്നെ. വലിയ ഫൈൻ അടക്കേണ്ടി വരും. അകത്തിടുമെന്ന് പറഞ്ഞാൽ എത്ര കാലത്തേക്ക്? പേടിക്കാതെ, അവിടെ നിങ്ങളുടെ ആളുകളാണ്. എൻ്റെ ആളുകൾ എൻ്റെ രാജ്യക്കാരാണ്. അതല്ല, അവിടുത്തെ മതം ഇസ്ലാമാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആദിയിൽ മനുഷ്യരാശി ഒരൊറ്റ സമുദായമായിരുന്നു. ഡോക്ടർ ഫിദ, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് അവിടെ കുഴപ്പമൊന്നും വരാനിടയില്ല എന്നാണ്. അവർ തിരികെ വിടാതിരിക്കില്ല. എൻ്റെ പേടി ഇവിടെ കയറ്റാതിരിക്കുമോ എന്നാണ്. അതെങ്ങനെ? ഇത് നിങ്ങളുടെ രാജ്യമല്ലേ? ഇത് എനിക്ക് ആകെയുള്ള രാജ്യമാണ്. എൻ്റെ ശബ്ദം പതറി. കാരണം ഉരശിമ തരോ എൻ്റെ മനസ്സിൽ ജീവനോടെ ഉണ്ടായിരുന്നു. സ്ലീപ്പ് ആസ് എ പൊളിറ്റിക്കൽ മെറ്റഫർ ഇൻ ഫെയറി ടെയിൽസ് എന്ന തൻ്റെ ഗവേഷണ പ്രബന്ധത്തിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിലും വ്യത്യസ്ത ഭാഷകളിലും പ്രചരിച്ച എത്രയോ കഥകൾ ഇജാസ് സമാഹരിച്ചിരുന്നു. ഒന്നുറങ്ങി ഉണരുമ്പോൾ സ്വന്തം രാജ്യത്ത് അന്യരായി തീർന്നവരുടെ കഥകൾ എല്ലാ കാലത്തും എല്ലാ ഭാഷകളിലുമുണ്ട് എന്ന് അയാൾ ആവർത്തിച്ച് വ്യാകുലപ്പെട്ടു. ചേച്ചി, കസാക്കിസ്ഥാനിലേക്കുള്ള യാത്രക്കിടെ തൊട്ടടുത്തിരിക്കുന്ന സ്ത്രീയുമായി ഫിദ സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാബിൻ ക്രൂ വരികയാണ്. എന്നിട്ട് മെനു കാണിച്ചിട്ട് ചോദിക്കുന്നു, വെജാണോ നോൺ വെജാണോ, ജെയിൻ ഏത് ഭക്ഷണമാണ് വേണ്ടതെന്ന്. ഉടൻ തന്നെ ഫിദ പറയുന്നുണ്ട് നോൺ വെജ് എന്ന്. ഈ സ്ത്രീ പെട്ടെന്ന് ചോദിക്കുന്നു, അയ്യോ നിങ്ങൾ ഇന്ത്യക്കാരൊക്കെ സസ്യപുക്കുകളല്ലേ എന്ന്. അത് അല്ല, ഇതെൻ്റെ സ്വന്തം അനുഭവം കേട്ടോ. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഇത് ശരിക്കും കസക്സ്ഥാനിലേക്കുള്ള യാത്രയിൽ എയർസന ഫ്ലൈറ്റിൽ വെച്ച് എനിക്കുണ്ടായ അനുഭവമാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് ഈ യാത്രയിൽ ഈ പുസ്തകത്തിൽ പറയുന്ന പല കാര്യങ്ങളും ഞാൻ നേരിട്ട് കേട്ടതോ അനുഭവിച്ചതോ ആരെങ്കിലും പറഞ്ഞു കേട്ടതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതൊരു ഞെട്ടലായിരുന്നു ആ സമയത്ത്.
പിന്നെ വേറൊന്ന്, ഈ ഇന്ത്യയിലൊരു ഗുരു എന്നത് ഇതിൽ വായിക്കുമ്പോൾ അതൊരു അതിശയോക്തിയായിട്ട് കേരളത്തിലിരിക്കുന്നത് നമുക്ക് തോന്നുമെങ്കിലും അതങ്ങനെയല്ല. 787 വർഷം ആയിട്ട് ജീവിച്ചിരിക്കുന്ന ഗുരുക്കന്മാരൊക്കെ ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ഇന്ത്യയിൽ നിറയെ അങ്ങനെ 1000 വർഷം 1000 വയസ്സൊക്കെയുള്ള ആളുകളുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നവർ ധാരാളമുണ്ട്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല ആളുകൾ നമ്മളെപ്പറ്റി വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ളൊരു ഘട്ടം കൂടിയാണ്. ചേച്ചി പലപ്പോഴും ഒരു ടൂറിസ്റ്റായിട്ടല്ലാതെ എഴുത്തുകാരിയായിട്ട് തന്നെ പല വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യക്കാരിയായ ഒരു എഴുത്തുകാരിയെ വിദേശ രാജ്യത്തിൽ ചെല്ലുമ്പോൾ സ്വീകരിക്കുന്നത്? അല്ല, വിദേശ രാജ്യങ്ങളിൽ എഴുതാൻ വേണ്ടി ഞാൻ വിദേശത്ത് പോകുന്നത് തീർച്ചയായിട്ടും കസഖ്സ്ഥാനിൽ തന്നെയാണ്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു സംഗതി, ഞാൻ ആ രാജ്യത്തെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. കാരണം ഇന്ത്യക്കാരി എന്ന് കേൾക്കുമ്പോൾ ഇത്രയും സ്നേഹത്തോടെ ഇത്രയും ബഹുമാനത്തോടെ സ്വീകരിക്കപ്പെട്ട ഒരു അനുഭവം മുമ്പ് ഒരു രാജ്യത്തും എനിക്കുണ്ടായിട്ടില്ല. ഇന്ത്യൻ എന്ന് ചോദിച്ചിട്ട് പിന്നെ അവർക്ക് പറയാൻ ഒരുപാട് നൊസ്റ്റാൾജിക് അനുഭവങ്ങളുണ്ട്. അവർ പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ കാലമായിരുന്ന കാലത്ത് അവിടെ 2 തരം ആളുകളാണുള്ളത്. ഒന്ന് സോവിയറ്റ് യൂണിയൻ പോയതിൽ വിഷമിക്കുന്നവരും അഗാധമായ നഷ്ടബോധം അനുഭവിക്കുന്നവരും, പിന്നെ സോവിയറ്റ് യൂണിയനെ കഠിനമായി വെറുക്കുന്നവരും. ഇതിനിടയ്ക്കുള്ള ആളുകളെ ഞാൻ കാണുന്നില്ല. ഒന്നുകിൽ ആ പക്ഷം അല്ലെങ്കിൽ ഈ പക്ഷം. അപ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ കാലത്ത് ഗ്രാമാന്തരങ്ങളിൽ ഇന്ത്യൻ സിനിമകൾ പ്രൊജക്ടറുകൾ വെച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള നായകന്മാർ മിഥുൻ ചക്രവർത്തിയും പിന്നെ രാജ് കപൂറും പിന്നെ ഷാരൂഖ് ഖാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഹാർട്ട് ത്രോബാണെന്ന് പറയുന്നത്. അങ്ങനെ ആ കഥയൊക്കെ പറഞ്ഞ്, അതുകൊണ്ട് എനിക്ക് ഇന്ത്യക്കാരി എന്നുള്ള രീതിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച സ്ഥലം കസഖ്സ്ഥാൻ തന്നെയാണ്. പൊതുവെ അടുക്കാൻ കുറച്ച് വിഷമം കാണിക്കുമെങ്കിലും ഒന്ന് അടുത്തു കഴിഞ്ഞാൽ അവർ വളരെ സ്നേഹത്തോടെ ഇടപെടുന്ന ആളുകളുമാണ്. അതല്ലാതെ ഞാൻ എഴുതാൻ വേണ്ടി പോയ വിദേശ രാജ്യങ്ങളില്ല. പലപ്പോഴും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ കഥകൾ എന്തെങ്കിലും വീണ് കിട്ടിയാൽ എഴുതും എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഞാൻ എഴുതാൻ പോയ സ്ഥലം തീർച്ചയായും കൊൽക്കത്ത തന്നെയാണ്. ആരാച്ചാർ എഴുതാൻ വേണ്ടി എഴുതാനായി തന്നെ എഴുത്തുകാരിയായി തന്നെ പോയ ഒരിടം അതാണ്. ഈ നോവലിൽ ഇജാസ് അലി പറയുന്നുണ്ട്, കഥയെ കഥയായി മാത്രം കാണരുത്, ഓരോ കഥയിലും ഒരു രഹസ്യ സന്ദേശമുണ്ട്, പൊളിറ്റിക്കൽ സീക്രട്ട് എന്നുള്ളത്. ചേച്ചിയുടെ കഥയെഴുത്ത് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, പറയാൻ കഥയില്ലാതായാൽ മനുഷ്യൻ ദാരുണമായി മരിച്ചു പോകും എന്നുള്ളത്. ഈ മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഈ കഥ പറച്ചിൽ, കഥ കേൾക്കൽ എത്രത്തോളം പ്രധാനമാണ്? കഥയില്ലെങ്കിൽ നമ്മളൊക്കെ എന്താവും? നമ്മളൊക്കെ ശൂന്യ മനുഷ്യരായി പോയില്ലേ? ഞാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ ആ സോഡാ കുപ്പിയുടെ കഴുത്തിൽ കുടുങ്ങിയ ഗോലികൾ പോലെ ആയിത്തീരുമോ നമ്മുടെ ജീവിതം എന്ന്. എനിക്ക് കഥയില്ലാത്തൊരു കാലം ചിന്തിക്കാനേ വയ്യ. ഈ യക്ഷിക്കഥകളുടെ ഒരു പ്രത്യേകത, എല്ലാ കഥകളുടെയും പ്രത്യേകത അതാണ്. ഈ പുതിയ കാലത്ത് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ പോലും യക്ഷിക്കഥകൾ മാത്രമാണ്. ഏതോ ഒരു ഉറവിടത്തിൽ നിന്ന് വളരെ കൃത്യമായ വാക്കുകൾ ഉപയോഗിച്ച്, വളരെ കൃത്യമായ വാക്കുകൾ ഉപയോഗിക്കാതെ ശ്രദ്ധിച്ച് സൃഷ്ടിച്ചു വിടുന്ന യക്ഷിക്കഥകളാണ് പലപ്പോഴും ഇന്ന് നമ്മൾ കേൾക്കുന്ന ബ്രേക്കിംഗ് ന്യൂസും പിന്നെ മറ്റേ സ്ക്രോളുകളും ഒക്കെ എന്ന് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. അതിനൊരു തെളിവ് ഞാൻ പറയാം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് സിൻഡ്രല്ലയുടെ കഥ. അപ്പോൾ സിൻഡ്രല്ല എന്ന കഥ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വളരെ ദുഷ്ടയായ ഒരു അമ്മയും അച്ഛനും ഇല്ലാതെ വനിച്ച ഒരു പാവപ്പെട്ടൊരു കുട്ടി ദുഷ്ടയായ ഒരു രണ്ടാനമ്മയുടെ 2 മക്കളുടെയും കൂടെ കഷ്ടപ്പെട്ട് ജീവിച്ചിരിക്കുമ്പോൾ ഒരു രാജാവിൻ്റെ വിരുന്നിന് പോകാൻ രണ്ടാനമ്മ ഇവളെ സമ്മതിക്കാതിരിക്കുക, അവളുടെ നല്ല ഉടുപ്പ്, പല വേർഷൻസ് ഉണ്ട്. അതിലങ്ങനെയാണല്ലോ ആ കഥ കേട്ടിരിക്കുന്നത്. അവസാനം അവൾ അന്ന് ഇട്ടുകൊണ്ടുപോയ അവൾക്ക് വനദേവത സമ്മാനിച്ച പിന്നെ സ്ഫടിക ചെരുപ്പുകളിലൊന്ന് അവിടെ ഊരിപ്പോയി. കാരണം 12 മണി അടിക്കുന്നതോടെ മന്ത്രസിദ്ധി നഷ്ടപ്പെടും. ചെരുപ്പ് ഊരിപ്പോയി. ചെരുപ്പ് മാത്രം അങ്ങനെ തന്നെ നിലനിന്നു. അപ്പോൾ ഈ ചെരുപ്പിന് ചേരുന്ന പാദം അന്വേഷിച്ച് പിറ്റേന്ന് രാജഭടന്മാർ എത്തി. അങ്ങനെ യഥാർത്ഥ സിൻഡ്രല്ലയെ കണ്ടെത്തി അവർക്ക് വിവാഹം കഴിച്ചു. പിന്നെ പിൽക്കാലത്ത് ആജീവനാന്തം സന്തോഷത്തോടെ ജീവിച്ചു. ഇതാണ് നമ്മൾ കേട്ടിട്ടുള്ള കഥ. വാസ്തവത്തിൽ ഈ കഥയുടെ പ്രാഗ്രൂപം ഇങ്ങനെയേ ആയിരുന്നില്ല. അതിൽ സിൻഡ്രല്ല കുളിക്കുകയായിരുന്നു. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷി വന്ന്
ഈ വസ്ത്രങ്ങളുടെ അടുത്തിരുന്ന ഷൂസ് കൊത്തിക്കൊണ്ടുപോയി. ഒരു പരുന്തോ മറ്റോ ആവണം. ഇത് കൊത്തി പറക്കുന്നതിനിടയിൽ ഇതിൻ്റെ കയ്യിൽ നിന്ന് ഈ ഷൂസ് താഴെ വീണു. ഇത് വീണത് രാജാവിൻ്റെ മടിത്തട്ടിലാണ്. രാജാവ് വിചാരിച്ചു ഇത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയുടെ ഷൂസ് വീഴുന്നു, ഇത് സ്വർഗത്തിൽ നിന്ന് എൻ്റെ എല്ലാം ദൈവം കാണിച്ചു തരുന്ന വഴിയാണല്ലോ. അപ്പോൾ ദൈവമായിട്ട് കാണിച്ചു തന്നതാണ്, ഈ ചെരുപ്പിൻ്റെ ഉടമയാണ് ഞാൻ വിവാഹം കഴിക്കേണ്ടത് എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടാണെന്ന് വിചാരിച്ച് ഈ ചെരുപ്പിൻ്റെ ഉടമസ്ഥയെ തേടി അലയുന്നു. അങ്ങനെ സിൻഡ്രല്ലയെ കണ്ടെത്തുന്നു, സിൻഡ്രല്ലയെ വിവാഹം കഴിക്കുന്നു. സിൻഡ്രല്ല ശരിക്കും ഒരു സെക്സ് വർക്കറായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പിൽക്കാലത്ത് വന്നപ്പോഴേക്കും ഇതെല്ലാം മാറ്റി. അതിൽ ഇതിനെപ്പറ്റി ഗവേഷണം നടത്തിയ ഗവേഷക പറയുന്നത് ശരിക്കും എന്താണ് ആ കാലത്തെ കഥകളിലുണ്ടായിരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യ അനുഭവത്തിൻ്റെ ഭാഗ്യം ആർക്കും സംഭവിക്കാം, നല്ലവർക്കും സംഭവിക്കാം, ചീത്ത ആളുകൾക്കും സംഭവിക്കാം. പക്ഷെ പിൽക്കാലത്ത് ഈ മതവിശ്വാസം കലർന്നതോടെ ഭാഗ്യം നല്ല മനുഷ്യർക്ക് മാത്രമേ സംഭവിക്കൂ. നല്ലതെന്ന് നമ്മൾ സമൂഹം അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അത് വിശ്വസിക്കുന്നവർക്കും മാത്രമേ സംഭവിക്കൂ എന്ന ഒരു പാഠം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇതിനെ പരിഷ്കരിച്ച് പുതിയൊരു പതിപ്പിറക്കിയെന്നാണ്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കണ്ടെത്തുന്ന കൗമാരം വിടാത്ത വളരെ നിഷ്കളങ്കയും സദ്ഗുണസമ്പന്നയുമായൊരു സിൻഡ്രല്ലയും അവൾക്ക് സ്ഫടിക ചെരുപ്പുകളും ഉണ്ടായത്. വാസ്തവത്തിൽ ആദ്യം ഉണ്ടായ സിൻഡ്രല്ലയ്ക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല. അവൾക്ക് ചെറിയൊരു ഭാഗ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഭാഗ്യം ഒരാൾക്ക് ഉണ്ടാകാൻ, ഒരു ലക്ക്, ഒരു ചാൻസ് ഒരാൾക്ക് കിട്ടാൻ ദൈവത്തിൻ്റെയോ അല്ലെങ്കിൽ ഡിവൈനായിട്ടുള്ള എന്തിൻ്റെയെങ്കിലുമോ ഇടപെടൽ അന്ന് ആവശ്യമേ ആയിരുന്നില്ല. അത്തരം എന്തെല്ലാം തരം മെനഞ്ഞെടുക്കപ്പെടലുകൾക്കും കണ്ടീഷനിങ്ങൾക്കും വിധേയരായിട്ടാണ് നമ്മൾ ഇന്ന് ഓരോ വാർത്തയും ഓരോ കഥയും ഓരോ വാക്കും നമ്മുടെ ഓരോ സംഭാഷണവും മാറുന്നതെന്നും തിരിച്ചറിയാൻ ഇത്തരം കഥകൾ ഇന്നും നമ്മളെ പ്രാപ്തരാക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് എൻ്റെ സങ്കടം. ഈ സിൻഡ്രല്ല കഥ ഇപ്പോൾ മലയാളികൾക്കെല്ലാം അറിയുന്നൊരു കഥയാണ്. അതിൻ്റെ യഥാർത്ഥ കഥയാണ് അറിയാതെ പോയത്. അതുപോലെ ഈ ഫെയറി പരിചിതമല്ല, ഓരോ കഥയും ഇങ്ങനെ പരിണമിച്ചുണ്ടാവുകയാണ്. മനുഷ്യരെ പോലെ കഥകളും പരിണമിക്കുന്നുണ്ട്, ഉറക്ക കഥകളും അങ്ങനെ പരിണമിക്കുകയാണ്. പക്ഷെ മാറാത്തതായിട്ടൊന്നേ ഉള്ളൂ, അത് അധികാരവും അടിച്ചമർത്തപ്പെടലും തമ്മിലുള്ള ആ ഒരു നിരന്തര സംഘർഷമാണ്. അതുമാത്രമാണ് മാറാത്തത്. കഥകളിങ്ങനെ പരിണമിച്ച് അവയുടെ ഓരോ കാലത്തിനും അനുയോജ്യമായ വിധത്തിൽ അവയുടെ ഹെയർ സ്റ്റൈൽ മാറുന്നു, ഡ്രസ്സ് മാറുന്നു, പിന്നെ ഇതെല്ലാം മാറുന്നു, ഫാഷൻ മാറുന്നു. ഒന്ന് മാത്രം മാറുന്നില്ല, അനുഭവം മാറുന്നില്ല. ചില മനുഷ്യരുടെ വേദന മാറുന്നില്ല, ചില മനുഷ്യരുടെ അപ്രമാദിത്വം മാറുന്നില്ല. ഈ ഫെയറി ടെയിലുകളോടൊപ്പം തന്നെ മലയാളിക്ക് പരിചിതമല്ലാത്ത കുറേ വാക്കുകൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നിസാമും ഫിദയും തമ്മിൽ ആദ്യമായി 14 വയസ്സിൽ കാണുമ്പോൾ അവർ പല ഫോബിയകളെ കുറിച്ച് പറയുന്നു. ഡോട്ടോഫോബിയ, ആറ്റിച്ചിഫോബിയ, ഫിലോഫോബിയ. അതോടൊപ്പം വേറെയും ഫോബിയ നമുക്കെല്ലാം അറിയാമല്ലോ. ആ ഫോബിയയിൽ പോലെ തന്നെ പലതരം ഫോബിയകളിൽ ഒന്ന് മാത്രമാണ് അതെന്ന് സ്ഥാപിക്കാൻ എനിക്ക് എൻ്റെ മുമ്പിൽ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. ഒരുപാട് പുതിയ വാക്കുകളുമുണ്ട്. സ്ലീപ്പ് ഹോളോ, പെർട്ട് വിസ്നിക്കി, സാപ്പിയോ സെക്ഷൽ. അപ്പോൾ ഒരു വായനക്കാരി എന്ന രീതിയിൽ ഈ കൗതുകം ജനിപ്പിക്കുന്ന വാക്കുകൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു സന്ദേഹം തോന്നിയോ? ഇത് റീഡബിലിറ്റിയെ ബാധിക്കുമോ, വായനയുടെ ഒഴുക്കിനെ ബാധിക്കുമോ എന്നൊക്കെ തോന്നിയില്ല? ഇല്ല, ഈ പുസ്തകത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ഒരു സന്ദേഹത്തിനും വഴിപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വായനക്കാരില്ല. അതല്ലെങ്കിലും ഒരു പുസ്തകം എഴുതുമ്പോൾ എൻ്റെ മുമ്പിൽ വായനക്കാരില്ല. പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ വായനക്കാർ. അതെഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചത് ഇത് എനിക്ക് വേണ്ടി മാത്രമുള്ളൊരു പുസ്തകമാണ് എന്നുള്ളത്. കാരണം ഈ പുസ്തകത്തിൻ്റെ ഒരു ഗവേഷണം മറ്റൊരു പുസ്തകത്തിൻ്റെയും മുന്നൊരുക്കം പോലെ ആയിരുന്നില്ല. ഇതിലൊരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ എന്നെ തന്നെ നവീകരിക്കാൻ ഒരവസരം കിട്ടി എന്നുള്ളത് മതത്തെപ്പറ്റി, മതവിശ്വാസത്തെപ്പറ്റി, അതിൻ്റെ ശാസ്ത്രീയതയെപ്പറ്റി, മനുഷ്യരെപ്പറ്റി, മനുഷ്യാവസ്ഥകളെപ്പറ്റി, ചരിത്രത്തെ ഇങ്ങനെ മാറ്റിമറിക്കുന്ന ഘടകങ്ങളെപ്പറ്റി ഒക്കെ വളരെ ആഴത്തിൽ പഠിക്കാനുള്ളൊരവസരമായിരുന്നു ഈ പുസ്തകം എഴുതുക എന്നുള്ളതാണ് സത്യം. ഞാനൊരു വ്യക്തിപരമായ ചോദ്യം ചോദിച്ചോട്ടെ ചേച്ചി? 1 2 ചോദിച്ചോളൂ. ചേച്ചി എഴുതിയിട്ടുണ്ട് 2 വയസ്സുള്ള സമയത്ത് ഒരു കന്യാസ്ത്രീകളുടെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അമ്മ കൊണ്ടുപോയപ്പോൾ
അവിടെ ആ പ്രായത്തിലെ കുട്ടികളെ എടുക്കില്ല എങ്കിൽ പോലും ചേച്ചിയുടെ കരിസ്മ കണ്ട് ആ കന്യാസ്ത്രീ അവിടെ പ്രവേശനം നൽകി എന്നുള്ളത്. അതിനുശേഷം പഠിക്കാൻ പോയ ഇടങ്ങളിലെല്ലാം ചേച്ചി ഒരു താരമായിരുന്നു. കൂടുതൽ കൂടുതൽ മിടുക്കിയാവാൻ എല്ലാ ഇടങ്ങളിലും ശ്രമിച്ചു കൊണ്ടേയിരുന്നു. ശരിക്കും ചേച്ചി ഒരു മിടുക്കി തന്നെയല്ലേ? എന്താ സംശയം? മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒറ്റ മാത്രമേ പ്രശ്നമുള്ളൂ. അതിൽ ഓരോ ആളിനെയും കാണുമ്പോൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ, ഇവരെന്നെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം, അതൊരു പക്ഷേ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കും അതിങ്ങനെ ആഴത്തിൽ അത് പതിഞ്ഞു കിടക്കുന്നത്. അല്ലാതെ എനിക്ക് എന്നെപ്പറ്റി സംശയമൊന്നുമില്ല. മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നുള്ളൊരു സംശയം തോന്നാൻ സമൂഹം എന്നെ എപ്പോഴും ശീലിപ്പിച്ചിട്ടുണ്ട്. അത് മറികടക്കാൻ എൻ്റെ പിന്നിൽ വരുന്ന പെൺകുട്ടികൾക്ക് കഴിയണം എന്നുള്ളതാണ് ഞാൻ എഴുതുന്നതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് വേണമെങ്കിൽ പറയാം. അന്ന് എനിക്ക് ആ ഒരു സ്കൂളിൽ കിട്ടിയ വാത്സല്യം എന്താണെന്നറിയില്ല. എനിക്ക് അധ്യാപകർക്ക് എന്നെ ഇഷ്ടമാണ്. എൻ്റെ കൂട്ടുകാരികളുടെ അമ്മമാർക്ക്, ഞാൻ പറഞ്ഞില്ലേ സോണിയയുടെ മമ്മി എൻ്റെ പുസ്തകം വായിക്കുന്ന പടം ഞാൻ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴേ അതാണ് പറഞ്ഞത്. മിക്കവാറും എൻ്റെ കൂട്ടുകാരികളുടെ അമ്മമാർക്കൊക്കെ എന്നെ വലിയ ഇഷ്ടമാണ്. അതുപോലെ അധ്യാപകർക്കും പ്രിയപ്പെട്ട ആളായിരുന്നു ഞാൻ. കുറച്ച് ആളുകൾക്ക് പക്ഷേ എന്നെ ഒരിക്കലും ഇഷ്ടപ്പെടാൻ സാധിച്ചിട്ടില്ല. ചില ആളുകൾക്ക്, ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നമ്മുടെ മുഖ്യമന്ത്രിയെ പോലെ ആയിരുന്നു. കുറച്ച് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുറച്ച് ആളുകൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെയൊക്കെ. എന്നാലും ഈ ഞാൻ പറഞ്ഞു വന്നത്, വർത്തമാനകാല ഇന്ത്യയിൽ ഒരു സ്ത്രീക്ക് കേവലം മിടുക്കിയായാൽ മാത്രം പോരാ. മിടുക്കിയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് തെളിയിക്കുകയും അവരത് അംഗീകരിക്കുന്നു എന്ന് തെളിയിക്കുകയും ആ തെളിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സായുജ്യമായി, സാക്ഷാത്കാരമായി എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. അത് നമ്മളെ വളർത്തിയെടുക്കുന്ന ഒരു സംഗതിയാണ്. അത് മറികടക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ലോകത്ത് ഇത് എൻ്റെ ജനറേഷനിൽപ്പെട്ട പെൺകുട്ടികളെല്ലാം നേരിട്ടിരുന്ന ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് എന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ സ്നേഹിക്കപ്പെടുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും അവകാശമുള്ളൂ എന്നുള്ളൊരു ധാരണ. വാസ്തവത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിവിടെ ഒരു പൗരനായി, ഒരു വ്യക്തിയായി ജീവിക്കുന്ന കാലത്ത് നിങ്ങളൊന്നും ആയില്ലെങ്കിലും, നിങ്ങളൊന്നും പ്രൂവ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് അന്തസ്സിനും നിങ്ങൾക്ക് അഭിമാനത്തിനും നിങ്ങൾക്ക് അംഗീകാരത്തിനും അവകാശമുണ്ട്. പക്ഷെ അതങ്ങനല്ല. നിങ്ങളൊരു വെറും സ്ത്രീ ആയാൽ നിങ്ങളെ ആരും അംഗീകരിക്കുന്നില്ല. നിങ്ങൾ മികച്ച അമ്മയാകണം, മികച്ച ഭാര്യയാകണം, മികച്ച കാമുകിയാവണം. ഇതൊന്നും പോരില്ലെങ്കിൽ നിങ്ങൾ തൊഴിലിടത്ത് ഏറ്റവും അനുസരണയുള്ള, നന്നായിട്ട് ജോലി ചെയ്യണം, പറയുന്ന എല്ലാം അനുസരിക്കുന്ന, ഏറ്റവും വിധേയത്വമുള്ള, ഏറ്റവും വിനയമുള്ള, പെരുമാറ്റത്തിൽ മധുരമുള്ള, വർത്തമാനത്തിൽ വശ്യവചസായ ഒരുവളായിരിക്കണം. അങ്ങനെ ഏറ്റവും മികച്ചതാണെങ്കിൽ മാത്രമേ ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾക്ക് ബഹുമാനത്തിനും അംഗീകാരത്തിനും ആദരവിനുമൊക്കെ അർഹതയുള്ളൂ എന്നുള്ളൊരു പാഠം കൂടെ അന്ന് ഞങ്ങൾ പഠിച്ചിരുന്നു. വാസ്തവത്തിൽ അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. അത് അൺലേൺ ചെയ്യേണ്ട ഒരു പാഠമാണ്. ഒരു സ്ത്രീക്ക് ഈ നാട്ടിൽ, ഇന്ത്യയിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു പുരുഷനുള്ളത്ര തന്നെ വെറുതെ നിൽക്കുന്ന ഒരാളിന് ഉള്ള ഒരു ബഹുമാനം, ഒരു അന്തസ്സ്, അതിന് അർഹതയുണ്ട്. അതിനെല്ലാ അർഹതയുമുണ്ട്. അത് സ്ത്രീക്കുമുണ്ട്, പുരുഷനുമുണ്ട്, ട്രാൻസ്ജെൻഡർ വ്യക്തിക്കുമുണ്ട്. അല്ലാതെ എന്തെങ്കിലും നേടിയെടുത്താൽ മാത്രമേ അതിനർഹതയുള്ളൂ എന്നുള്ള ധാരണ തെറ്റാണ് എന്നും കൂടി കാലം പഠിപ്പിച്ചു. ഇനി ഓഡിയൻസ് സെക്ഷനിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് ആവാം. ഞാൻ കലാച്ചി വായിച്ചിട്ടില്ല, ഞാൻ മഴമന്ദഹാസങ്ങളാണ് വായിച്ചിട്ടുള്ളത്. എനിക്ക് മാമിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത്, മുതിർന്നവർക്ക് വേണ്ടി ഇത്രയും പുസ്തകങ്ങൾ എഴുതുന്ന മാം എങ്ങനെയാണ് കുട്ടികൾക്ക് വേണ്ടി ഇത്രയും ലളിതമായിട്ട് പുസ്തകങ്ങൾ എഴുതുന്നത്? ഞാനും ഒരു കുട്ടിയായിരുന്നു. ഞാൻ ഇപ്പോഴും ചിലപ്പോഴൊക്കെ കുട്ടിയാണ്. എന്താ മോൻ്റെ പേര്? മിന്ന രഞ്ജിത്ത്. മിന്ന രഞ്ജിത്ത്. ഓക്കെ, മോളാണോ? അതെ. ഇവിടുന്ന് കണ്ണ് കാണാൻ വയ്യ, അതുകൊണ്ട്. മോനാണെങ്കിലും മോളാണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു കുട്ടിയായിരിക്കുന്ന കാലത്ത് എന്തൊക്കെയാണോ കഥ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നത് അതൊക്കെ ഇപ്പോൾ പറയണമെന്ന് ആഗ്രഹം തോന്നാറുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ ജീവിതം എന്താണെന്ന് അറിയാനുള്ള ഒരു ശ്രമവും നടക്കാറുണ്ട്. എപ്പോഴും കുട്ടികളിൽ നിന്നാണ് ഏറ്റവും നല്ല, ഞാൻ കുട്ടിയായിരുന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും ഒറിജിനലായ, ഏറ്റവും മനോഹരമായ ഭാവന ഉണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം മിന്നയ്ക്കും അങ്ങനത്തെ കഥകൾ എഴുതാൻ പറ്റട്ടെ.
ചുറ്റുമുള്ള കഥകൾ എഴുതാൻ പറ്റട്ടെ, കഥകൾ പറയാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു മാം. ശരി. മാമിൻ്റെ കലാച്ചി വായിച്ചിട്ടില്ല, വാങ്ങിച്ചു വെച്ചതേ ഉള്ളൂ, വായിച്ചു തുടങ്ങിയില്ല. അപ്പോൾ ഈ ചർച്ചയ്ക്കിടയിൽ ഈ സെക്കുലർ എന്നൊരു വാക്ക് കോട്ട് ചെയ്ത് പറയുകയുണ്ടായി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അപ്പോൾ ഒരു നിയമസഭയ്ക്കകത്താണ് നിൽക്കുന്നത്, ഒരു ഭരണശീല കേന്ദ്രത്തിലാണ് നിൽക്കുന്നത്. ഇതേപോലെ തന്നെ പാർലമെൻറ്റിനകത്ത് ഹോമം നടത്തിയ കാലത്ത് തൊട്ടപ്പുറത്ത് നഗരസഭയ്ക്കകത്ത് നാമം ജപിച്ച് സത്യപ്രതിജ്ഞ സമയത്ത് നാമം ജപിച്ച ദൈവത്തെ ജനാധിപത്യത്തിനകത്ത് ഉപയോഗിക്കുന്ന ഈ കാലത്ത് സെക്കുലർ എന്ന വാക്ക് എഴുത്തുകാർ എത്രത്തോളം പ്രസക്തിയോടെ കാണണം, ചേർത്ത് പിടിക്കണം എന്ന് മാമിൻ്റെ അഭിപ്രായം, അതുമായി ബന്ധപ്പെട്ട മാമിൻ്റെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. ആ അഭിപ്രായമാണ് പുസ്തകത്തിലുള്ളത്. എൻ്റെ അഭിപ്രായങ്ങളെല്ലാം പുസ്തകത്തിലുണ്ട്. സോണിയ എൻ്റെ അടുത്ത് വ്യക്തിപരമായ ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴും ഞാനത് പറയുന്നത് അതാണ്. സത്യത്തിൽ നിങ്ങളെ കേൾക്കാതെ പറയുന്നതും കേൾക്കാൻ പറയുന്നതും ഒക്കെ ഒന്നായതുകൊണ്ട് വ്യക്തിപരം അല്ലാത്തതെന്നുള്ളതില്ല. വന്ന് എല്ലാം ഒന്ന് തന്നെയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഈ രാജ്യം സെക്കുലർ ആകണമെങ്കിൽ ഈ ജെൻസി അതിന് വിചാരിക്കണം. അവരെവിടെ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ എല്ലായിടത്തും മുഴങ്ങുന്നുണ്ട്. ജനാധിപത്യം തിരിച്ചു പിടിക്കാൻ പൗരത്വ പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് ക്യാമ്പസുകളാണ് മുന്നോട്ട് വന്നത്. അതിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ഉയർത്തിയത് അവരാണ്. അവരെവിടെ, പുതിയ തലമുറ എവിടെ, അവരുടെ ശബ്ദങ്ങൾ എവിടെ എന്നുള്ളതാണ് നമ്മളെന്നും ചോദിക്കേണ്ടത്. അതുകൊണ്ട് എന്താ പേര്? ആദിത്യ ചോദിച്ചുകൊണ്ടേയിരിക്കണം. എന്താണ്, എവിടെയാണ് നമുക്ക് സെക്കുലറിസം ആവശ്യം വരുന്നത്, അത്യാവശ്യമാകുന്നത്? അതില്ലെങ്കിൽ പിന്നെ ഇന്ത്യക്കാരില്ല. അത് മാത്രമേ പറയാനുള്ളൂ. ഞാൻ ഗ്ലോറി മാത്യു ഐമനും മീര മാഡത്തിൻ്റെ തൊട്ട അയൽവാസിയൊക്കെ തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം ചോദിച്ച, ഞാനൊന്നും ചോദിക്കണമെന്ന് ഓർത്തിരുന്നതല്ല, പക്ഷേ വി വുഡ് ലൈക്ക് ടു, അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. സെക്കുലർ എന്ന വാക്ക് എഴുത്തുകാർ എങ്ങനെ അത് വിനിയോഗിക്കണമെന്ന് ചോദിക്കുമ്പോൾ, ഒരു എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് മീര മാഡം പറഞ്ഞ ഉത്തരത്തിനോടും ഞാനും യോജിക്കുന്നു. കാരണം എഴുത്തുകാർക്കേ സാധിക്കൂ, ബാക്കി എല്ലാവരും ഒന്ന് മൗനത്തിലാണ്. എഴുത്തുകാർക്ക് മാത്രമാണ് ധൈര്യമായിട്ട് എന്തും എഴുതാനും പറയാനും ഇന്ന് സാധിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും രാഷ്ട്രീയത്തിലും മതത്തിലും ഏകപക്ഷീയമായി പല കാര്യങ്ങളിലും ഒതളങ്ങ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുമ്പോൾ എഴുത്തുകാരുടെ പേന ചലിച്ചേ പറ്റൂ. അതും നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, താൻ പറഞ്ഞ സെക്കുലറിന് വേണ്ടിയിട്ട്. സെക്കുലറിസം നമ്മളെ നടപ്പാക്കൂ മാഡം, വേറെ ആർക്കും നടപ്പാക്കാൻ പറ്റില്ല. എന്തായാലും പുതിയ കഥ ഞാൻ വായിച്ചിട്ടില്ല, യക്ഷിക്കഥകളുടെ കാലാച്ചി. ഞാൻ ഉടനെ തന്നെ വായിക്കുന്നതായിരിക്കും. എല്ലാവിധ ഭാവങ്ങളും അയൽക്കാരി നേരുന്നു. സന്തോഷം. താങ്ക് യു. മീരയുടെ ഒരു ചോദ്യമുള്ളത്, സാമൂഹിക യാഥാർത്ഥ്യങ്ങളോട് ഇത്ര ശക്തമായി പ്രതികരിക്കുന്ന എഴുത്തിലൂടെ അപ്പോൾ ഒരു പ്രത്യയശാസ്ത്രമോ അല്ലെ ഒരു പ്രത്യേക ആശയങ്ങളോ വെച്ചു പുലർത്തുന്ന ഒരാളാണെന്ന രീതിയിൽ വിമർശിക്കപ്പെടാറുണ്ടോ? ആ വിമർശനങ്ങളോട് എങ്ങനെ? ധാരാളം. അല്ല, വിമർശനങ്ങളോട് നമുക്ക് എപ്പോഴും ഒരേ പ്രതികരണം മാത്രമേ ഉള്ളൂ. വിമർശിക്കുന്ന ചില ആളുകൾക്ക് വിമർശിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. വിമർശിക്കുന്ന ചില ആളുകൾക്ക് സത്യം അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും. അവരത് അന്വേഷിച്ചറിഞ്ഞുള്ളൂ. അവരോടും പ്രത്യേകിച്ച് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളായിട്ട് തുടരുക എന്നുള്ളത് മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ. അമ്മ ധരിക്കുന്ന വേഷം മക്കൾക്ക് ഇഷ്ടപ്പെടാതെ അമ്മയും ഇനി മുതൽ പർദ്ദ ധരിക്കണം എന്നുള്ള കുട്ടികളിൽ ഈ ഒരു ചിന്ത മതേതര സംവിധാനത്തിന് ഭീഷണിയല്ലേ? നാളെ ഇത് മാറിയില്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്ന് വളർന്നു വരുന്ന ഈ മതചിന്ത വലിയ ആപത്ത് വരുത്തി വയ്ക്കില്ലേ എന്ന് മാഡം വിചാരിക്കുന്നില്ലേ? അങ്ങ് പുസ്തകം വായിച്ചിട്ടുണ്ടോ? അത് വായിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ സാഹചര്യം മനസ്സിലായെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. മീര മാം, പുസ്തകം വായിച്ച ഒരാളെന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, ഇത് എഴുതുമ്പോൾ ഇതൊരു ഓർഗാനിക്കായിട്ട് എഴുതുകയായിരുന്നോ, അല്ല ഈ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യർ അല്ലെങ്കിൽ നിങ്ങൾ ഉറക്കത്തിലാണ് എന്ന് വായിക്കുന്നവരെ തോന്നിപ്പിക്കണം എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടോ ഈ പുസ്തകം എഴുതി കഴിയുമ്പോൾ, അല്ലെങ്കിൽ എഴുത്തിൽ, അല്ലെങ്കിൽ ആ യാത്രയിൽ? എല്ലാ പുസ്തകത്തിനും ഒരു ലക്ഷ്യമുണ്ടല്ലോ. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വായനക്കാരെ പരമാവധി നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്.
നിങ്ങളെ കൊണ്ട് ഇത് വായിപ്പിക്കുക, ഇത് വായിച്ച് ഇത് ഓർത്ത് വേദനിക്കുക, നിങ്ങളിത് തന്നെ ചിന്തിച്ച് നിങ്ങളുടേതായ മറ്റൊരു യക്ഷിക്കഥ ഉണ്ടാക്കുക. ആ യക്ഷിക്കഥ ജീവിക്കാൻ നിങ്ങൾ ധൈര്യം ഉണ്ടാക്കുക, ധൈര്യം നേടിയെടുക്കുക. ഇത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പം നിങ്ങളിത് ഉറക്കമാണോ ഉണർന്നിരിക്കലാണോ, ഇത് നിദ്രയാണോ ജാഗരമാണോ എന്ന് വായിക്കുന്ന ഓരോ ആളും ചോദിക്കണമെന്നുള്ളതാണ് ഇതിന് എൻ്റെ ആഗ്രഹം. അതുപോലെ ഒരു കാര്യം കൂടി അതിൽ പറയുന്നുണ്ട്, ഈ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് യക്ഷിക്കഥകൾ രചിക്കാൻ കഴിയില്ല, യക്ഷിക്കഥയിൽ ജീവിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ ഈ സ്ത്രീകളോട് എപ്പോഴും സംസാരിക്കുന്നതോട് ചോദിക്കട്ടെ, ഈ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയായിരിക്കും സ്ത്രീകൾക്ക് യക്ഷിക്കഥ അനുഭവിക്കാൻ കഴിയുക? അത് കഴിയുകയില്ല എന്നുള്ളതാണ്. കുടുംബം എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും വല്ലാതെ ഉത്കണ്ഠാകുലരാകും. കാരണം എല്ലാവരും ഉത്കണ്ഠാകുലരാണോ? കാരണം കുടുംബം എന്ന ഈ ഇന്ന് നിലനിൽക്കുന്ന കുടുംബത്തിൻ്റെ ഒരു പരിരക്ഷയില്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന അലക്കിത്തേച്ച ഉടുപ്പുകളും ഭക്ഷണം നിറഞ്ഞുണ്ട ശരീരങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പം നിലവിലുള്ള ഒരു കുടുംബം ഒരു വിഭാഗത്തിൻ്റെ മാത്രം അധ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമുക്കിതല്ലാതെ കുറച്ചുകൂടി ഇമ്പം കലർന്ന, കുറച്ചുകൂടി സമത്വം നിലനിൽക്കുന്ന, സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഒരു കുടുംബ സംവിധാനം സാധ്യമാണോ എന്നുള്ളൊരു അന്വേഷണം എന്നും പ്രസക്തമാണ്. നിലവിലുള്ളത് ഏറ്റവും നല്ലതാണെന്ന് തോന്നുന്നത് അതിൻ്റെ പ്രിവിലേജ് അനുഭവിക്കുന്നവർക്കാണ്. അത് പ്രിവിലേജ് അനുഭവിക്കാത്ത ആളുകൾക്ക് ഇതാണോ വേണ്ടത് എന്നുകൂടി അന്വേഷിക്കേണ്ട ഒരു ബാധ്യത ഓരോ സമൂഹത്തിനുമുണ്ട്. അതുകൊണ്ട് നിലവിലുള്ള കുടുംബത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് സ്വന്തമായ ചിറകുകളും സ്വന്തമായ വഴികളും കണ്ടെത്തുക എന്നുള്ളത് യക്ഷിക്കഥ സ്ത്രീകൾക്കും അനുഭവിക്കാൻ, അവരും നായികമാരാകാൻ അത്യാവശ്യമാണ് എന്ന് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. യക്ഷിക്കഥകളുമായി പങ്കുചേർന്ന് ഇത്രയും സമയം ഇവിടെ ഉദ്ധരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം. നന്ദി. ഈ ആദ്യമായിട്ടാണ് ശരിക്കും നിയമസഭാ സ്പീക്കർ ശ്രീ ഷംസീറിൻ്റെ ആഗ്രഹപ്രകാരം ഇങ്ങനൊരു പുസ്തകോത്സവം നിയമസഭയിൽ തന്നെ നടത്തുന്നു, നിയമസഭാ മന്ദിരം എല്ലാവർക്കും തുറന്ന് കാണാൻ അവസരം കിട്ടുന്നു എന്നൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് ഒരു വലിയ ചുവടുവയ്പ്പായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എഴുത്തിനെയും വായനയെയും ചിന്തയെയും സംവാദത്തെയും ഒക്കെ അകത്തും പുറത്തും നിലനിർത്താനൊരു വേദിയായിരുന്നു ഇത്. ഇതിന് തുടരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം.